നമ്മുടെ ഫോണിൽ ഗൂഗിൾ എടുത്തിട്ട് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ലിസ്റ്റ് ലഭിക്കും. അതായത് ലോക ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആര് എന്ന് നാം ഗൂഗിളിനോട് ചോദിക്കുകയാണെങ്കിൽ വലിയ തത്വചിന്തകനും ശാസ്ത്രജ്ഞനുമായ മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ ഒരു 100 പേരടങ്ങുന്ന ഒരു പുസ്തകം നമുക്ക് ലഭിക്കും. അതിൽ ഒരുപാട് പേരുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാമുണ്ട്, ബുദ്ധനുണ്ട്, ഐസക് ന്യൂട്ടൻ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ ധാരാളം ചരിത്രത്തെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അടങ്ങുന്ന ആ പുസ്തകത്തിൽ അതിൽ അദ്ദേഹം ഒന്നാമതായി പരാമർശിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്നറിയോ? ലോക ചരിത്രത്തിൽ സകലമായ വിഷയങ്ങളിലും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മാതൃകാ പുരുഷനും കൂടിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ നാം മനസ്സിലാക്കണം നമ്മുടെ നേതാവിൽ എത്രമാത്രം മാതൃകകളാണുള്ളത്. അപ്പോൾ അത്രയും വലിയ മാതൃകകൾ നമുക്ക് നമ്മുടെ നേതാവിലുണ്ട്. ഇനി ആ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ പുസ്തകത്തിൽ ഒരു രസകരമായ കാര്യം എന്താണെന്ന് അറിയോ? ഞാൻ ആ പുസ്തകം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ആളുകളെ ഡീറ്റെയിൽസ് കൊടുത്തതിനോട് കൂടെ തന്നെ അവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ പ്രതിമകളോ അവർക്ക് പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഒന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് പോലും അവിടുത്തെ ഒരു ഫോട്ടോയോ അവിടുത്തെ ഒരു ബിംബമോ ഒന്നും അവർക്ക് പതിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു അത് നമുക്ക് വേണ്ടി അവിടെ നിന്ന് മാറ്റിവെച്ച ആ പൂമുഖം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സർപ്രൈസാണ്. ആ പൂമുഖം നമുക്ക് ഒരുപാട് തവണ മനാമിലും നിലവിലും കാണാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.